ശാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വന്ന മാറ്റം കണ്ട് മീനാക്ഷി നടുങ്ങി. കണ്ടോ കണ്ടോ, ഇതൊക്കെ ആത്മാവിൻ്റെ പണിയാ. ഒലക്കയാണ്, ന്യൂനമർദ്ദമാണെന്ന് ടി വിയിൽ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നീ അതിന് ന്യൂസ് കാണാറുണ്ടോടി? എന്തായാലും മഴ മാറിയിട്ട് പോയാൽ മതി. ഈ മഴ മാറാൻ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഇറങ്ങുക. ശ്രദ്ധിക്കണം ദേവേട്ടാ. നീ ആ കോട്ട് ഇങ്ങോട്ടെടുക്ക്. കാറ്റ് കുറഞ്ഞെങ്കിലും മഴ കുറയുന്ന ലക്ഷണമില്ല. ദേവൻ ബൈക്കെടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും യാത്രയായി. മഴ വീണ്ടും കനത്തു. വിജനമായ വഴിയിലെത്തിയപ്പോൾ കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ചു. ദേവൻ ബൈക്ക് നിർത്തി ഇറങ്ങി. അടുത്തെങ്ങും ഒരു മനുഷ്യനുമില്ല. റബേക്ക, നിനക്കെൻ്റെ മരണം കാണണമെന്നുണ്ടോ? എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? ഈ കാറ്റും മഴയുമെല്ലാം നിന്റെ കളിയാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തുകൊള്ളുക. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെയാവട്ടെ. ദേവൻ ഇരു കൈകളും വിടർത്തിക്കൊണ്ട് തല ഉയർത്തി. അടുത്ത നിമിഷം മഴ നിലച്ചു. കാറ്റെങ്ങോ പോയി. അടുത്തു നിന്ന മരങ്ങളിൽ നിന്ന് ഇലയിലൂടെ പൊഴിയുന്ന മഴത്തുള്ളികളുടെ വേഗത കുറഞ്ഞു. ഓരോ തുള്ളിക്കുമിടയിൽ ദൈർഘ്യം കൂടി വന്നു. ദേവൻ ബൈക്കിൽ വീണ്ടും യാത്ര തുടർന്നു. അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ വഴി കൂത്താട്ടുകുളം എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. പൊതുവെ യാത്ര ഇഷ്ടപ്പെടുന്ന ദേവൻ കൂത്താട്ടുകുളം ഇറങ്ങി ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഏറ്റുമാനൂരെത്തി മുട്ടമ്പലത്തേക്കുള്ള വഴിയിൽ പ്രവേശിക്കുമ്പോൾ മഴ ചെറുതായി തൂവുന്നുണ്ട്. പനിനീർ തളിക്കുന്ന പോലെ ആ യാത്രയിലുടനീളം അത് തുടർന്നു. ആളുകളോട് പലരോടും ചോദിച്ചറിഞ്ഞാണ് ദേവനൊടുവിൽ മുട്ടമ്പലത്തെ സെന്റ് ജോർജ് പള്ളിയിലെത്തിയത്. പള്ളിയുടെ ചുമതലക്കാരിൽ പ്രധാനിയായ ഫാദർ ഡൊമിനിക് ദേവന്റെ ആവശ്യം കേട്ട് നെറ്റി ചുളിക്കുകയാണ് ചെയ്തത്. ആരാണ് നിങ്ങളോട് ഫാദർ അലോഷിയെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. ദേവൻ നിരാശനായി. മടങ്ങിപ്പോകാൻ എഴുന്നേറ്റ് ദേവന്റെ പിറകിലെ വാതിൽ പതിയെ തുറക്കപ്പെട്ടു. ആരുടെ ആരോഗ്യസ്ഥിതിയാണ് മോശമായത്? എന്റെയോ അതോ നിങ്ങളുടേതോ? പ്രായത്തിന്റെ ചുളിവുകൾ ഏറെ വീണിട്ടും മുഖത്തൊളിമങ്ങാത്ത സൂര്യ തേജസ്സുള്ള ആ വൃദ്ധ പുരോഹിതനെ കണ്ട മാത്രയിൽ തന്നെ ദേവന് മനസ്സിലായി താൻ തേടിക്കൊണ്ടിരിക്കുന്ന ആൾ അദ്ദേഹമാണെന്ന്. ഫാദർ അലോഷി. പറയൂ, ആരുടെ ആരോഗ്യസ്ഥിതിയാണ് മോശമായത്? അത് കേട്ട് ഫാദർ ഡൊമിനിക്കിന്റെ മുഖം മങ്ങി. അത് വേറെ ഒരാളുടെ കാര്യം പറഞ്ഞതാ അച്ചോ. ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് കള്ളം പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഫാദർ ഡൊമിനിക്? അച്ഛനെ കാണാനെന്നും പറഞ്ഞ് ഇടയ്ക്കിടെ ആളുകൾ ഇവിടെ വന്നാൽ അത് പള്ളി വികാരി എന്ന നിലയിൽ എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ചില നിയമങ്ങളുണ്ട്. അത് പാലിക്കാൻ അച്ഛനും ബാധ്യസ്ഥനാണ്. ദേവൻ അവർക്കിടയിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു. എന്നോട് സംസാരിക്കാൻ ഇവിടെ പലരും വരും. കർത്താവിന്റെ പേരിൽ ജീവിക്കാനല്ല പുരോഹിതൻ ശ്രമിക്കേണ്ടത്, കർത്താവിന്റെ കൃപയിൽ ജീവിക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുണ്ടാക്കിയ നിയമാവലി അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംരക്ഷിക്കാൻ നിങ്ങളെ സഭ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നെ അടിമയാക്കാനുള്ള ലൈസൻസായി താങ്കൾ കാണരുത് ഫാദർ ഡൊമിനിക്. തിരുസഭയിൽ നിങ്ങൾ പലരോടും അതിനുള്ള മറുപടി നൽകേണ്ടതായി വരും. ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട. ഞാൻ തിരിച്ചു പോകാം. നിൽക്കൂ കുഞ്ഞേ, ഇതിവിടെ പതിവാണ്. വരൂ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോകാം. ദേവൻ ഫാദർ ഡൊമിനിക്കിനെ നോക്കി. അദ്ദേഹത്തിന്റെ ചുണ്ടുകളുടെ മൗനസമ്മതത്തോടെ ദേവൻ ഫാദർ അലോഷിയെ അനുഗമിച്ചു. ഫാദർ അലോഷിയുടെ മുറി സത്യത്തിൽ ഒരു വലിയ ലൈബ്രറിയാണെന്നേ തോന്നൂ. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ചെറിയൊരു മേശയും അതിൽ ചിത്രപ്പണികളുള്ള ഒരു മേശവിളക്കും, അടുത്ത് കത്തിത്തീർന്ന മെഴുകുതിരികളുടെ ഉരുകിയുറഞ്ഞ മെഴുകുമായി സ്വർണ്ണ നിറത്തിൽ ഒരു മെഴുകുതിരിക്കാലും, അതിനപ്പുറത്ത് 2 കണ്ണടകൾ. ഇരിക്കൂ കുഞ്ഞേ. എന്താ കുഞ്ഞിന്റെ പേര്? എന്റെ പേര് ദേവൻ. ദേവൻ അദ്ദേഹത്തിന്റെ മുൻപിലിരുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിങ്ങൾ എന്റെ മുൻപിൽ വന്നതിന്റെ കാരണം എന്താണ്? റബേക്ക, അവളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നത്. റബേക്ക, ഈ നാമം ഞാൻ മുൻപെവിടെയോ, വളരെ പരിചിതമായ നാമം. അവളുടെ കഥ തുടങ്ങുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 1976. അതായത് അടിയന്തരാവസ്ഥയുടെ കറുത്ത കാലത്ത് ആയിരിക്കും. 76-ലാണ്
അവൾ ഡയറി എഴുതാൻ തുടങ്ങിയത്. എന്നാൽ പാതിയിൽ ആ അക്ഷരങ്ങൾ മുറിഞ്ഞു പോയിരുന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അവൾ മരണപ്പെട്ടു എന്ന് മാത്രമറിയാം. അവളുടെ ആത്മാവ് എന്നെ പിന്തുടരുന്നു. അല്പം പഴക്കമുള്ള കഥയാണെങ്കിലും എന്റെ ചുളിവുകൾ വീണ ഓർമ്മകളെ ഒന്ന് നിവർത്തി നോക്കിയാൽ ഈ പേര് തെളിഞ്ഞു വരും. റബേക്ക. നല്ല പേര് തന്നെ. ഫാദർ അലോഷി തന്റെ പുസ്തക ശേഖരത്തിലേക്ക് വിരൽ ചൂണ്ടി. ഈ പുസ്തകങ്ങൾക്കിടയിൽ ഞാൻ എഴുതി സൂക്ഷിച്ച കുറിപ്പുകളുണ്ട്. അതിൽ അടിയന്തരാവസ്ഥയും ഉൾപ്പെടും. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആ കറുത്ത കാലത്ത് കേരളത്തിൽ പോലീസിന്റെ പീഡനത്തിൽ മാത്രം മരിച്ചത് 30ഓളം പേരാണ്. എന്നാൽ പുറം ലോകമറിയാതെ എത്രയോ പേര് മരിച്ചിരിക്കുന്നു. ദേവൻ റബേക്കയെക്കുറിച്ച് പറയൂ. അറിയുന്നതെല്ലാം പറയൂ. ദേവൻ റബേക്കയെക്കുറിച്ചുള്ള അറിയാവുന്ന കാര്യങ്ങൾ ഫാദർ അലോഷിയുമായി പങ്കുവച്ചു. ആ ഡയറിയും അവൾ നൽകിയിരുന്ന പനിനീർ പൂക്കളും ജോൺ കുട്ടിയുടെ മരണവും തന്റെ പിറകിൽ നിരന്തരം അനുഭവപ്പെടുന്ന അവളുടെ സാന്നിധ്യവും. ആത്മാക്കൾക്ക് പലതും പറയാനുണ്ടാകും കുഞ്ഞെ. എന്നാൽ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഭയപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നില്ല. അവൾക്കെന്തോ ലക്ഷ്യമുണ്ട്. മാത്രമല്ല, അന്ന് വെള്ളിക്കുരിശിൽ ചുവന്ന ചരടിൽ ഡയറിയിൽ ബന്ധിക്കപ്പെട്ട അവളെ മോചിപ്പിച്ചവനാണ് നിങ്ങൾ. നിങ്ങളോടവൾക്ക് നന്ദിയുണ്ടാകാം. നിങ്ങൾ അറിയാതെ അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കാം. അതെ, പക്ഷേ അവൾ ഇനിയും എന്നെ പിന്തുടരാൻ പാടില്ല. മോക്ഷം കിട്ടാത്ത ആത്മാവാണെങ്കിൽ ബന്ധിക്കേണ്ടി വരില്ലേ ഫാദർ? അതിനെനിക്ക് അങ്ങയുടെ സഹായം വേണം. ദേവൻ ആത്മാക്കളെക്കുറിച്ചൊന്നും അറിയില്ല. എന്നെക്കുറിച്ചും. ഞാൻ ആത്മാക്കളുടെ അനുവാദം ചോദിച്ചുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പല ആത്മാക്കളും അവർ മരണപ്പെടുന്ന പ്രായവും സാഹചര്യവും അനുസരിച്ച് ശാന്തരും മറ്റു ചിലപ്പോൾ അക്രമാസക്തരും കുട്ടിത്തം നിറഞ്ഞവരും കുസൃതി നിറഞ്ഞവരുമായിരിക്കും. ഇവിടെ റബേക്കയെ ആദ്യം പഠിക്കണം. എന്നിട്ട് അവളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ഈ പള്ളി സെമിത്തേരിയിൽ കർത്താവിന്റെ നാമത്തിൽ നിത്യനിദ്രയിൽ കഴിയുന്ന ആത്മാക്കൾ രാത്രി കല്ലറയിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അവരുടെ സംസാരവും ബഹളവും കേട്ടുകൊണ്ട് തൊട്ടടുത്ത മുറിയിൽ ഞാൻ ഉറങ്ങാതെ കിടപ്പുണ്ടാകും. അവിടെ നിന്നും പല കഥകളും ഞാൻ അറിയുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. റബേക്കയുടെ കാര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഫാദർ? അവൾ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതിനാൽ നമുക്ക് സാവകാശമുണ്ട്. പിന്നെ ഒരാത്മാവിനെ തളയ്ക്കാൻ വേഷം കെട്ടിയ മന്ത്രവാദിയെ പോലെ എന്നെ കാണരുത്. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം, റബേക്കയോട്. അവൾക്ക് പറയാനുള്ളത് ഞാൻ ശാന്തമായി കേൾക്കാം. ഒരു മുത്തശ്ശനെ പോലെ അവളോട് ഞാൻ സംസാരിക്കാം. അതിന് എനിക്ക് വേണ്ടത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൾ ഒരു കാലത്ത് സന്തോഷത്തോടെ എഴുതിയിരുന്ന അവളുടെ ആ ഡയറിയാണ്. അയ്യോ, ക്ഷമിക്കണം ഫാദർ, ഞാനത് ഉപേക്ഷിച്ചു. ഇനി എനിക്കത് തിരികെ കിട്ടില്ല. അവളെ എന്നിൽ നിന്നും മാറ്റി നിർത്താൻ എനിക്ക് ആ ഡയറി ഉപേക്ഷിക്കേണ്ടി വന്നു. മാറ്റി നിർത്തിയിട്ട് അവൾ മാറി നിന്നോ? ഇല്ല ഫാദർ, എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. ദേഹത്ത് പച്ച കുത്തിയത് വെള്ളം കൊണ്ട് കഴുകിയാൽ മാഞ്ഞു പോകുമോ കുഞ്ഞെ? ഡയറി വായിക്കാൻ കുഞ്ഞിന് തോന്നിയ താല്പര്യം അവൾക്ക് കുഞ്ഞിനോട് തിരിച്ചും തോന്നിക്കൂടെ? തന്നെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചവനോടുള്ള നന്ദിയും അയാളുടെ വ്യക്തിത്വത്തിനുമേൽ തോന്നിയ ഒരു 17 വയസ്സുകാരിയുടെ കൗതുകവും. എന്താ, അങ്ങനെയായിക്കൂടെ? പള്ളിയുടെ പാചകക്കാരൻ 2 കപ്പ് ചായ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അതിലൊരെണ്ണം വലിയ കപ്പായിരുന്നു. വലിയ കപ്പ് ഫാദർ അലോഷി എടുത്ത് ചുണ്ടോട് ചേർത്തു. കട്ടൻ ചായയാണ്. കടുപ്പവും അളവും എനിക്ക് കൂടുതലായിരിക്കും, മധുരം കുറവും. കുഞ്ഞ് ചായ കുടിക്ക്. ദേവൻ ചായ കുടിച്ചു. എന്തായാലും കുഞ്ഞ് 2 ദിവസം കഴിഞ്ഞു വരൂ. അപ്പോഴേക്കും ഞാൻ റബേക്കയുടെ കഥ എന്റെ കുറിപ്പുകളിൽ നിന്നും കിട്ടുമോ എന്ന് നോക്കട്ടെ. അന്നത്തെ കാലത്ത് ഞാൻ പല കുറിപ്പുകളും എഴുതിയിരുന്നു. അതെല്ലാം ഇപ്പോഴെടുത്ത് നോക്കാൻ പറ്റില്ല. കുറച്ച് സമയം വേണം. നമുക്ക് നോക്കാം റബേക്ക എന്ന 17കാരിക്ക് എന്താണ് പറയുവാനുള്ളതെന്ന്. അതിനാ ഡയറി കൂടി കിട്ടണ്ടേ? അതെന്റെ കയ്യിലില്ല. പിന്നെ എന്തു ചെയ്യും?
ഹാ, അങ്ങനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ നശിച്ചു പോകുന്നതല്ല ആത്മാക്കളുടെ സാന്നിധ്യമുള്ള ഡയറി. ആ ഡയറിയെ സംരക്ഷിക്കാൻ അതിൽ കുടികൊള്ളുന്ന ആത്മാവിന് കഴിയും. എങ്കിൽ അത് ഉപേക്ഷിച്ച ആ സ്ഥലത്ത് ഞാൻ ഒന്നുകൂടി പോയി നോക്കാം. അതിന്റെ ആവശ്യമില്ല കുഞ്ഞെ. ആ ഡയറി കുഞ്ഞിന്റെ ബാഗിലൂടെയാണ് വീട്ടിലെത്തിയതെങ്കിൽ സർവശക്തനായ കർത്താവ് കാണിച്ചു തരുന്ന വഴിയെ ഞാൻ പറയുന്നു, ആ ഡയറി ഇപ്പോഴും ആ ബാഗിൽ തന്നെ കാണും. പള്ളിയിൽ നിന്നും ദേവൻ ഫാദർ അലോഷിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരേയൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ആ ബാഗിൽ റബേക്കയുടെ ഡയറി ഇപ്പോഴും ഉണ്ടാകുമോ? ദേവൻ വീട്ടിൽ തിരിച്ചെത്തി. കണ്ടയുടനെ മീനാക്ഷി ചോദിച്ചു, എന്തായി? ഒന്നും ആയില്ല. അപ്പോ അച്ഛനെ കണ്ടില്ലേ? കണ്ടു. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് 2 ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു. പിറ്റേന്ന് ചെമ്പുചരക്കു പാത്രങ്ങളും പലഹാരങ്ങളുമായി ദേവനെയും മീനാക്ഷിയെയും രാഘവൻ ചെറുക്കന്റെ വീട്ടിൽ കൊണ്ടാക്കി. സുഭദ്രയും മീനാക്ഷിയും ദേവൂട്ടിയും മുത്തശ്ശിയും കൂടി വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു ആ വീട്ടിൽ. വിരുന്നുകാർ പോയി വീട്ടുകാർ മാത്രമായപ്പോൾ, തിരക്കെല്ലാം ഒഴിഞ്ഞപ്പോൾ ദേവൻ തന്റെ ബാഗ് തിരഞ്ഞു. എങ്ങും കണ്ടില്ല. എവിടെ പോയി ആ ബാഗ്? ദേവൻ മുറിയിൽ ബാഗ് തിരയുന്നത് കണ്ട് ദേവൂട്ടി അടുത്തേക്ക് വന്നു. എന്താ ഏട്ടാ നോക്കുന്നേ? ആ ബാഗ് എവിടെ? ബാഗാണോ നോക്കണത്? അതെ. ചോദിക്കണ്ടേ? അതല്ലടി ഞാൻ ചോദിച്ചത്. ഞാനത് കഴുകി ഉണക്കിയെടുത്ത് വെച്ചിരുന്നു. കഴുകിയോ? അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഏട്ടന്റെ കുറച്ച് ഡ്രസ്സും പിന്നെ ഏട്ടൻ എഴുതിയിരുന്ന ഒരു നോട്ട് ബുക്കും. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തേ ഏട്ടാ? ഒന്നുമില്ല. എന്നിട്ട് ആ ബാഗ് എവിടെയാ ഇപ്പോ? അത് ഞാൻ ഷെൽഫിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ദേവൂട്ടി ആ റൂമിലെ ഷെൽഫിന് നേരെ വിരൽ ചൂണ്ടി. ആ ശരി, ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ. ഏട്ടനെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ദേവൂട്ടി പോയപ്പോൾ ദേവൻ വാതിലടച്ചുകൊണ്ട് ഷെൽഫിന്റെ അരികിലെത്തി. മുകളിൽ ബാഗിന്റെ വള്ളി തൂങ്ങിക്കിടക്കുന്നുണ്ട്. ദേവൻ ആ വള്ളിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ബാഗ് കയ്യിലാക്കി. കഴുകി വൃത്തിയായ ബാഗിന്റെ ഓരോ സിബും ദേവൻ തുറന്നു നോക്കി. അതാ അവളുടെ ഡയറി. ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. റബേക്കയുടെ ഡയറി. പുറമേ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട ദേവൻ ആ ഡയറി ബാഗിൽ വെച്ചുകൊണ്ട് വീണ്ടും ഷെൽഫിന്റെ മുകളിൽ കയറ്റിവെച്ചു. ദേവാ! സുഭദ്ര വാതിലിൽ മുട്ടി വിളിച്ചു. അമ്മേ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ദേവൻ വസ്ത്രം മാറി പുറത്തിറങ്ങി. ഇറങ്ങിയുടനെ സുഭദ്ര അടുത്തേക്ക് വന്നു. മാളൂട്ടി പറഞ്ഞത് ശരിയാണോ? എന്ത്? നിന്റെ കൂടെ ഒരു പ്രേതം കൂടിയിട്ടുണ്ടെന്ന്? ഈ പെണ്ണ്, അവളിത് ഇവിടെയും പറഞ്ഞോ? അപ്പൊ സത്യാണല്ലേ? എല്ലാം ഒരു തോന്നല് മാത്രാണമ്മേ. എനിക്കൊരു പ്രശ്നവുമില്ല. എന്തായാലും മോൻ വേഗം ആ പള്ളിയിലച്ഛനെ പോയി കാണണം. ഇതുവരെ അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവാത്തത് നോക്കണ്ട. എല്ലാം തറവാട്ടിൽ കുടികൊള്ളുന്ന ദൈവകാർന്നോമാരുടെ കൃപ. ആ അലയുന്ന ആത്മാവിനെ ഒഴിവാക്കണം മോനെ, എത്രയും വേഗം. ഇല്ലെങ്കിൽ ഈ കുടുംബം മുടിയും. നാളെ പോകുന്നുണ്ട് ഞാൻ അച്ഛനെ കാണാൻ. അമ്മ സമാധാനമായിട്ടിരിക്കെ. ദേവൻ മീനാക്ഷിയുടെ അടുത്തെത്തി. എടി കഴുതേ, നീ എന്തിനാ അമ്മയോട് പ്രേതം ഭൂതം എന്നൊക്കെ പറയാൻ പോയത്? ഇനി ഇത് അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അത് പിന്നെ ഓരോന്നും സംസാരിച്ചിട്ട് അറിയാതെ പറഞ്ഞു പോയതാ. കുഴപ്പായോ? ഇല്ല, ഇനി ആരോടും പറയണ്ട, കേട്ടല്ലോ? ഇല്ല, ഞാൻ അമ്മയോടും ദേവൂട്ടിയോടും മുത്തശ്ശിയോടും മാത്രമേ പറഞ്ഞുള്ളൂ. ആ, നാളെ വടക്കേലെ ഗീതേച്ചിയോടും പാറുവേച്ചിയോടും കൂടെ പറഞ്ഞേക്ക്, കേട്ടോ? ദേവേട്ട സമ്മതിക്കുവാണേ ഞാൻ പറയാം. മിണ്ടാതിരുന്നോണം, മനസ്സിലായോ? അത് പറഞ്ഞാ പോരെ, എന്തിനാ ചൂടാവണേ? ഞാൻ ചൂടായതല്ല, പറഞ്ഞതാണ്. അതിനിടയിൽ ദേവനൊരു കോൾ വന്നു. ശബ്ദം കേട്ടപ്പോൾ ദേവൻ ആളെ മനസ്സിലായി. ജോർജീപ്പൻ. മറ്റേതോ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ദേവൻ ഫോണുമായി പുറത്തിറങ്ങി. നീ കാരണം എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിടില്ലടാ, നിന്നെ വിടില്ല ഞാൻ. നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആ നഷ്ടം ഞാൻ നികത്തും. നിന്റെ പ്രിയപ്പെട്ടവരുടെ മാംസം ഞാൻ വിൽപ്പനയ്ക്ക് വെക്കും. ഒടുവിൽ അവരുടെ കത്തിക്കരിഞ്ഞ ജഡം ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നാട്ടിലെത്തിയാൽ കാണാവിടാ, കാണിച്ചു തരാടാ ഈ ജോർജീപ്പൻ ആരാണെന്ന്. നീ നാട്ടിലേക്ക് വാടാ, നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. എന്റെ വീട്ടുകാരുടെ മേൽ നിന്റെ നിഴല് പതിഞ്ഞാൽ നിന്നെ ഞാൻ വെട്ടി അരിയും. ദേവൻ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം
റബേക്കയുള്ള ഡയറിയുള്ള ആ ബാഗുമായി ദേവൻ മുട്ടമ്പലത്തെ സെന്റ് ജോർജ് പള്ളിയിലെ ഫാദർ അലോഷിയെ കാണാൻ പുറപ്പെട്ടു. വീട്ടിലുള്ളവരാരും ആ ഡയറി കാണാതിരിക്കാൻ ദേവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുറേ ദൂരം മുൻപ് പോയ പരിചയത്തിൽ യാത്ര ചെയ്ത ദേവൻ മുട്ടമ്പലത്തെ സെന്റ് ജോർജ് പള്ളിയിലെത്തി. ഫാദർ അലോഷി പള്ളിയുടെ തിരുമുറ്റത്തുണ്ട്. അദ്ദേഹം ചെടികൾ നനയ്ക്കുകയാണ്. ദേവനെ കണ്ട് ഫാദർ അലോഷിയുടെ അരികിൽ നിന്നിരുന്ന ഫാദർ ഡൊമിനിക് അവിടെ നിന്നും മാറി നടന്നു. നമസ്കാരം അച്ചോ. നമസ്കാരം. ഞാൻ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഡയറി ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. ഫാദർ അലോഷി അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. എത്ര മനോഹരമാണ് ആ പുഞ്ചിരി. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ദേവൻ ഫാദർ അലോഷിയുടെ മുറിയിൽ പ്രവേശിച്ചു. ഫാദർ അലോഷി തന്റെ പുസ്തകശേഖരത്തിൽ നിന്നും ഒരു പഴയ പുസ്തകം കയ്യിലെടുത്തു. ഇത് പ്രമുഖ എഴുത്തുകാരനായിരുന്ന എസ്.കെ. സാമുവൽ എഴുതിയ പുസ്തകമാണ്. 1975 കാലഘട്ടത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പുറം ലോകം അറിയാതെ പോയ ഒരുപാട് കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അന്നീ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു. നാമമാത്രമായ പുസ്തകങ്ങളാണ് അന്ന് അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിച്ചത്. അക്കാലത്ത് ഈ പുസ്തകം നിയമവിരുദ്ധവും അടിയന്തരാവസ്ഥാ മാനദണ്ഡങ്ങൾക്ക് എതിരാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. പോലീസ് ക്യാമ്പിലെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ എഴുത്തുകാരൻ മരിക്കുകയാണുണ്ടായത്. പറയാനാണെങ്കിൽ ഏറെയുണ്ട്. തനിക്ക് മുഷിയുമോ? ഒരിക്കലുമില്ല ഫാദർ. എനിക്കും ഓർമ്മയുണ്ട് കേരളത്തിലെ ആ അടിയന്തരാവസ്ഥ കാലം. കേരളത്തിൽ പല പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളവും മാസങ്ങളോളവും ജയിലിലിട്ടു. അവർ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ജനമന്ന് ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തും. സർക്കാർ സ്ഥാപനങ്ങളിൽ ആളുകൾ കൃത്യസമയത്ത് ജോലിക്കെത്തിയിരുന്നു. എന്നാൽ അന്ന് പോലീസ് ക്യാമ്പിൽ പലരും ദാരുണമായി കൊല്ലപ്പെട്ടു. കേരളത്തിൽ അടിയന്തരാവസ്ഥയോട് ആളുകൾക്ക് മിശ്ര വികാരമായിരുന്നു. പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും കഥകളും കവിതകളും കുറിപ്പുകളും എഴുതി. പലതും പുറം ലോകം കണ്ടില്ല. ചിലരത് രഹസ്യമായി വായിച്ചിരുന്നു. അത്തരമൊരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അടിയന്തരാവസ്ഥയുടെ ഇടയിൽ ഏതാനും കോപ്പികൾ മാത്രമാണ് അന്ന് ആളുകൾ വായിച്ചത്. ബാക്കിയെല്ലാം പോലീസ് കണ്ടെടുത്ത് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ പുസ്തകത്തിൽ നിന്നാണ് അവളുടെ റബേക്കയുടെ മുഴുവൻ കഥയും ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അതിന് പൂർണ്ണരൂപം ഉണ്ടാവണമെങ്കിൽ അവളുടെ ആ ഡയറി കൂടി എനിക്ക് വായിക്കണം. ദേവൻ തന്റെ ബാഗിൽ നിന്നും ആ ഡയറി എടുത്ത് ഫാദർ അലോഷിക്ക് നൽകി. ഫാദർ മേശപ്പുറത്ത് നിന്നും കണ്ണടയെടുത്ത് ആ ഡയറി മറിച്ചു നോക്കി. ഓ ഗോഡ്, വലിയ ചതി തന്നെ. പറയൂ ഫാദർ, റബേക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രി അവളുടെ വിൻസപ്പയ്ക്കും കൂട്ടുകാർക്കും വേണ്ടി അവൾ ഉറങ്ങാതെ നൃത്തവും പാട്ടും പരിശീലിച്ചു. പിറ്റേന്ന് വിൻസപ്പ എന്നവൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന വിൻസെന്റ് ലൂയിസ് എന്ന ആ 60 വയസ്സുകാരനും അയാളുടെ കൂട്ടുകാരും ചേർന്ന് ആ പാവം പെൺകുട്ടിയെ വെള്ളരിപ്രാവിന്റെ തൂവലുകൾ പറിച്ചെറിയുന്ന പോലെ നശിപ്പിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ക്രൂരമായ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടിക്കൂടിയ അവളുടെ അപ്പന്റെയും അമ്മയുടെയും നെഞ്ചിലേക്ക് വിൻസെന്റും കൂട്ടുകാരും കഠാര പിടിയോളം താഴ്ത്തി. റബേക്കയുടെ മുത്തച്ഛനെയും അവർ വെട്ടിക്കൊലപ്പെടുത്തി. ആ ദിവസം ബംഗ്ലാവിൽ 4 കൊലപാതകങ്ങളാണ് നടന്നത്. റബേക്ക, അവളുടെ അമ്മ എലിസബത്ത്, പിതാവ് ഫെർണാണ്ടസ്, മുത്തശ്ശൻ ആൻഡ്രയോസ്. എല്ലാം കേട്ട് ദേവൻ വിയർത്തിരുന്നു. പണവും സ്വാധീനവും ആവോളം ഉണ്ടായിരുന്ന വിൻസെന്റ് ലൂയിസ് പോലീസിന് പണം നൽകി. അന്നത്തെ അടിയന്തരാവസ്ഥയുടെ ആ കാലത്ത് പോലീസായിരുന്നു പലതിൻ്റെയും അവസാന വാക്ക്. റബേക്കയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ദേഹം അവർ കാടിനുള്ളിൽ മറവ് ചെയ്തു. എന്നാൽ റബേക്കയുടെയും അവളുടെ മുത്തച്ഛൻ്റെയും ജഡം കത്തിച്ചു കളയാനാണ് അവർ തീരുമാനിച്ചത്. എന്നാൽ മറ്റ് 2 ജഡങ്ങൾ മറവ് ചെയ്യുന്ന സമയം കൊണ്ട് റബേക്കയുടെയും അവളുടെ മുത്തച്ഛൻ ആൻഡ്രിയോസിന്റെയും ജഡങ്ങൾ ഒരാൾ അവിടെ നിന്നും മാറ്റിയിരുന്നു. റബേക്കയുടെയും ആ മുത്തച്ഛന്റെയും ജഡങ്ങൾ
ആരാണ് അവിടെ വന്ന് മാറ്റിയത്? അവിടെ എല്ലാറ്റിനും മൂകസാക്ഷിയായ ഒരു 21-കാരനുണ്ടായിരുന്നു, ഡാനി. ഡാനി? അതെ, ഡാനി എന്നായിരുന്നു അവന്റെ പേര്. റബേക്കയെ ജീവന് തുല്യം പ്രണയിച്ചവൻ. അവൻ ജന്മനാ ഒരു ഊമയായിരുന്നു.